നമസ്കാരം. കാസർഗോഡ് സ്വവർഗാനുരാഗികൾക്കായിട്ടുള്ള ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെട്ട 16 വയസ്സുള്ള ആൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച സംഭവത്തിൽ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. ലക്ഷക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ സംഭവവുമായി ബന്ധപ്പെട്ട് നടന്നതായും ചില ലോഡ്ജുകൾ ഈ കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളായതായും സൂചനകളുണ്ട്. സാമ്പത്തിക ഇടപാടിൽ ലോഡ്ജ് നടത്തിപ്പുകാർക്ക് പങ്കുണ്ടെന്നാണ് സൂചന. സംഭവവുമായി ബന്ധപ്പെട്ട് ഇതുവരെ 12 പേർ അറസ്റ്റിലായിട്ടുണ്ട്. ബേക്കൽ AO VK സൈനുദ്ദീൻ, റെയിൽവേ ക്ലറിക്കൽ ജീവനക്കാരൻ ചിത്രരാജ് എന്നിവരുൾപ്പെടെയുള്ളവരാണ് പിടിയിലായത്. നിലവിൽ 4 പേർ ഒളിവിലാണ്. ഇവരിൽ ഒരാളായ മുസ്ലിം ലീഗ് പ്രാദേശിക നേതാവ് സിറാജ് പോലീസ് വീട്ടിലെത്തിയപ്പോൾ മതിൽ ചാടിക്കടന്നാണ് രക്ഷപ്പെട്ടത്. കേസുമായി ബന്ധപ്പെട്ട് ഡേറ്റിംഗ് ആപ്പിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നത് പരിഗണനയിലുണ്ടെന്ന് കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി വിജയ് ഭാരത് റെഡ്ഡി അറിയിച്ചു. ഇത്തരം ആപ്പുകളിൽ ലോഗിൻ ചെയ്യാൻ വ്യക്തിഗത വിവരങ്ങളും തിരിച്ചറിയൽ രേഖകളും നിർബന്ധമാക്കുന്നതിന്റെ സാധ്യതകൾ പരിശോധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, എറണാകുളം ജില്ലകളിൽ നിന്നുള്ളവരാണ് പ്രതികൾ. പീഡനം നടന്ന സ്ഥലങ്ങളിൽ പോലീസ് തെളിവെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. 14 വയസ്സ് മുതൽ കുട്ടി പീഡനത്തിനിരയായിട്ടുണ്ട്. കണ്ണൂർ, കോഴിക്കോട്, എറണാകുളം ജില്ലകളിൽ കൊണ്ടുപോയും കുട്ടിയെ പീഡിപ്പിച്ചു. ഇത് സംബന്ധിച്ച് കുട്ടിയുടെ മൊഴിയും മറ്റ് ശാസ്ത്രീയ തെളിവുകളും ഉപയോഗിച്ചാണ് പ്രതികളിലേക്ക് എത്തിയതും അറസ്റ്റ് ചെയ്തതും. പ്രായപൂർത്തിയായെന്ന് സ്വയം സമ്മതം അറിയിച്ചാണ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചത്. പ്രതികൾ തമ്മിൽ പരസ്പരം ബന്ധമുള്ളവരല്ലെന്നും കൂടുതൽ അന്വേഷണം നടക്കുന്നതായും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. KYC പോലുള്ള രേഖകൾ ആവശ്യപ്പെട്ടാലാണ് ഒരാൾ പ്രായപൂർത്തിയായോ ഇല്ലയോ എന്ന് തെളിയിക്കാൻ കഴിയുകയുള്ളൂ. അല്ലാത്തിടത്തോളം ഉപയോക്താവ് നൽകുന്ന വിവരങ്ങളാണ് വാസ്തവമെന്ന് തെറ്റിദ്ധരിക്കപ്പെടും. ഇത്തരം പഴുതുകളാണ് ഈ കുട്ടി ഇവിടെ ഉപയോഗിച്ചത്. ഇവിടെയും പ്രായപൂർത്തിയാകാത്ത കുട്ടിക്ക് ആപ്ലിക്കേഷനകത്തേക്ക് കടക്കാൻ സാധിച്ചതും അതുകൊണ്ട് തന്നെയാണ്. കാസർഗോട്ടെ പോക്സോ കേസിൽ വില്ലനായത് ഗ്രിൻഡർ എന്ന ആപ്പാണ്. പണം നൽകിയുള്ള ലൈംഗിക ഉപയോഗം, ലഹരിമരുന്ന് കച്ചവടം, പണം തട്ടലും എല്ലാറ്റിനും ഇത്തരം ആപ്പുകൾ മറയാകുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ലൈംഗിക വൈകൃതങ്ങൾക്കും ഈ ആപ്പ് ഉപയോഗിക്കുന്നു എന്നതാണ്. കാസർകോട്ടെ 16-കാരനെ ലൈംഗികമായി ഉപയോഗിച്ചത് പണം നൽകിയാണെന്ന വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. രാഷ്ട്രീയ നേതാക്കൾ, റെയിൽവേ, വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരാണ് കേസിലെ പ്രതികൾ. ഇതോടെയാണ് ഗ്രിൻഡർ ആപ്പ് ഇവിടെ വിവാദ നായകനാകുന്നതും. ഇന്ത്യയിലടക്കം വളരെ പരിചിതമായ ആപ്പാണ് ഗ്രിൻഡർ. അമേരിക്ക ആസ്ഥാനമായി ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനിയാണ് ഗ്രിൻഡർ. ഗേ വ്യക്തികൾക്ക് തമ്മിൽ പരിചയപ്പെടാൻ വേണ്ടിയാണ് ഈ ആപ്പ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യയിൽ ഏറെ പ്രചാരമുള്ള ഈ ആപ്പിന് പ്ലേ സ്റ്റോറിൽ മാത്രം 5 കോടിക്ക് മുകളിൽ ഡൗൺലോഡുണ്ട്. കേസിൽ പ്രതിയായ AO VK സൈനുദ്ദീനെ സസ്പെൻഡ് ചെയ്തതായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അറിയിച്ചിരുന്നു. ആകെ 16 പ്രതികളുള്ള കേസിൽ യൂത്ത് ലീഗ് പ്രാദേശിക നേതാവ് തൃക്കരിപ്പൂർ വടക്കുംപാട്ടെ സിറാജുദ്ദീൻ ഉൾപ്പെടെയുള്ള 4ഓളം പ്രതികൾ ഒളിവിലാണ്. സിറാജുദ്ദീന്റെ 2 മൊബൈൽ ഫോണുകളും സ്വിച്ച്ഡ് ഓഫ് ആണ്. ഇയാൾക്കായി തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. യൂത്ത് ലീഗിന്റെ തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ പ്രധാന ഭാരവാഹിയാണ് ഇയാൾ ഒഴികെയുള്ള 6 പേർ കണ്ണൂർ, കോഴിക്കോട്, എറണാകുളം ജില്ലകളിൽ നിന്നുള്ളവരാണ്. ഇവരുടെ വിവരങ്ങൾ അതത് പോലീസ് സ്റ്റേഷനിലേക്കും കൈമാറിയിട്ടുണ്ട്. ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വിദ്യാർത്ഥിയെ സ്വവർഗാനുരാഗികൾ ഉപയോഗിക്കുന്ന ഡേറ്റിംഗ് ആപ്പ് വഴി ബന്ധം സ്ഥാപിച്ചാണ് ഇവർ 2 വർഷത്തോളം കുട്ടിയെ പീഡിപ്പിച്ചത്. 18 വയസ്സുകാരനാണെന്ന് രേഖപ്പെടുത്തിയാണ് ആപ്പിൽ ആൺകുട്ടി അക്കൗണ്ട് നേടിയെടുത്തതും. ജില്ലയിലെ തന്നെ പല സ്ഥലങ്ങളിലെത്തിച്ചും ഇവർ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചു. വീട്ടിൽ നിന്ന് ഒരാൾ ഇറങ്ങി ഓടുന്നത് കുട്ടിയുടെ മാതാവ് കണ്ടിരുന്നു. തുടർന്ന് ചന്ദേര പോലീസിൽ പരാതി നൽകി. ചൈൽഡ് ലൈൻ പ്രവർത്തകർ കുട്ടിയിൽ നിന്ന് വിവരം ശേഖരിച്ചതോടെയാണ് പീഡനത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നത്. നിലവിൽ ചന്ദേര, നീലേശ്വരം, ചീമേനി, വെള്ളരിക്കുണ്ട്, ചിറ്റാരിക്കൽ പോലീസ് സ്റ്റേഷനുകൾക്കാണ് അന്വേഷണ ചുമതല.